മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയൽ സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണിത്. പാർട്ട് 1 കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഇനി പറയുന്നവയാണ് ഈ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. വേർഡിലെ പ്രധാനപ്പെട്ട ടൂളുകളായ ഫോമാറ്റ് പെയിൻറ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, സെർച്ച് ആൻഡ് റീപ്ലേസ്, ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, ഒരു വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് പിക്ചേഴ്സ്, ഷേപ്സ്, ചാർട്ട്സ്, ടേബിൾസ് എന്നിങ്ങനെയുള്ള ഒബ്ജക്ട്സ് ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെ, വേർഡ് ഡോക്യുമെൻറ്റുകളിലുള്ള വിവിധ ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന എങ്ങനെ, വേർഡ് ഡോക്യുമെൻറ്റുകൾക്ക് ഹെഡ്, ഫൂട്ടർ, കവർ പേജ്, പേജ് നമ്പർ എന്നിവ ആഡ് ചെയ്യുന്ന എങ്ങനെ, വേർഡ് ഡോക്യുമെൻറ്റുകളിൽ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന എങ്ങനെ, ഏറ്റവും ഒടുവിലായിട്ട് ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു നമ്പേർഡ് ലിസ്റ്റ് അഥവാ ഒരു ബുള്ളറ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ. ആദ്യം ഫോമാറ്റ് പെയിൻറ്. ഫോമാറ്റ് പെയിൻറിൻ്റെ യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന കുറച്ച് വാക്കുകൾക്ക് ഞാനൊരു പർട്ടിക്കുലർ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നു. ഫോണ്ട് കളർ ഗ്രീൻ ആക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു, ബോൾഡ്, അണ്ടർലൈൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫോമാറ്റിംഗ് ഈ ഡോക്യുമെൻറ്റിലെ മറ്റേതെങ്കിലും പോർഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഫോമാറ്റ് പെയിൻറ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ കാണുന്ന ഫോമാറ്റിംഗ് ഇവിടെയുള്ള രണ്ട് വാചകങ്ങൾക്ക്, അതായത് രണ്ട് സെൻറ്റൻസസിന് അപ്ലൈ ചെയ്യാനായിട്ട് ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫോമാറ്റ് പെയിൻറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എവിടെയാണോ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടത് ആ പോർഷൻ സെലക്ട് ചെയ്യുക. നോക്കുക, ഇവിടെയുള്ള ഫോമാറ്റിംഗ് നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിൽ അപ്ലൈ ചെയ്യപ്പെട്ടു. അതോടൊപ്പം ഫോമാറ്റ് പെയിൻറ് ടേൺ ഓഫ് ആയത് കാണാം. ഇനി ഒരു പർട്ടിക്കുലർ ഫോമാറ്റിംഗ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ മൾട്ടിപ്പിൾ പോർഷൻസിൽ, അതായത് ഒന്നിലധികം പോർഷൻസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫോമാറ്റ് പെയിൻറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഫോമാറ്റിംഗ് ഈ 3 പാരഗ്രാഫ്സിലുള്ള ഓരോ സെൻറ്റൻസിന് വീതം അപ്ലൈ ചെയ്യാനായിട്ട് ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫോമാറ്റ് പെയിൻറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ആദ്യത്തെ ലൈൻ സെലക്ട് ചെയ്തു. നോക്കുക, ഇപ്പോഴും ഫോമാറ്റ് പെയിൻറ് ആക്റ്റീവ് ആണെന്ന് കാണാം. മറ്റൊരു ലൈൻ സെലക്ട് ചെയ്യുന്നു, വീണ്ടും അടുത്ത ലൈൻ. നോക്കുക, ഇപ്പോഴും ഫോമാറ്റ് പെയിൻറ് ആക്റ്റീവ് ആണ്. ഫോമാറ്റ് പെയിൻറ് ടേൺ ഓഫ് ചെയ്യാനായിട്ട് എസ്കേപ്പ്. ഈ ആക്ഷൻസ് അൺഡു ചെയ്യാനായിട്ട് അൺഡു. ഇനി വേർഡിലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ടൂളിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഈ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ളൊരു വാക്ക് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് കണ്ടെത്താനായിട്ട് വേർഡിലെ ഫൈൻഡ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് പിക്ചർ എന്ന ഈ വാക്ക് ഈ ഡോക്യുമെൻറ്റിൽ എത്ര തവണ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഹോം ടാബിൽ എഡിറ്റിംഗ്, ഫൈൻഡ്, അഡ്വാൻസ്ഡ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഇവിടെ പിക്ചർ എന്ന് ടൈപ്പ് ചെയ്യുക, റീഡിംഗ് ഹൈലൈറ്റ് ഓൾ. നോക്കുക, ഈ ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ പിക്ചർ എന്ന വാക്കുണ്ടോ അവയെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, പിക്ചർ എന്ന വാക്ക് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണാം, 15 തവണ. ഇനി പിക്ചർ എന്ന വാക്കിനെ മറ്റൊരു വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് പിക്ചർ എന്ന വാക്കിനെ ഇമേജ് എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് റീപ്ലേസ്, ഇവിടെ ഇമേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, റീപ്ലേസ് ഓൾ ഡൺ, വി മെയ്ഡ് 15 റീപ്ലേസ്മെൻറ്റ്സ്. അതായത് ഈ ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ പിക്ചർ എന്ന വാക്കുണ്ടായിരുന്നോ അവയെല്ലാം ഇമേജ് എന്ന വാക്കുകൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. എഡിറ്റിംഗ്, ഫൈൻഡ്, അഡ്വാൻസ്ഡ് ഫൈൻഡ്, ഇമേജ്, ഇനി വേർഡിലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. നോക്കുക, ഈ സെൻറ്റൻസിൽ 2 വാക്കുകൾക്ക് താഴെ റെഡ് അണ്ടർലൈനും മറ്റ് 2 വാക്കുകൾക്ക് താഴെ ഒരു ബ്ലൂ അണ്ടർലൈനും വന്നത് കാണാം.
വേർഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കാത്ത വാക്കുകൾക്ക് താഴെയാണ് റെഡ് അണ്ടർലൈൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ വാക്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ വാക്കിനോട് സാമ്യമുള്ള മറ്റൊരു വാക്ക് വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് കാണാം, ക്രിയേറ്റിംഗ്. ഈ വാക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. വീണ്ടും യൂട്യൂബിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, യൂട്യൂബ് എന്ന കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് കാണാം. വീണ്ടും ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആ വാക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇവിടെ ഈ പോർഷനിൽ 2 തവണ ഞാൻ സ്പേസ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ അണ്ടർലൈൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. only one space between words is better. is fun എന്ന സജഷൻ സെലക്ട് ചെയ്യുന്നു. നോക്കുക, ബ്ലൂ അണ്ടർലൈൻ പോയത് കാണാം. ഇനി ഹൈപ്പർ ലിങ്ക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന വെബ്സൈറ്റ് അഡ്രസ്സിനെ ഒരു ഹൈപ്പർ ലിങ്ക് ആക്കി മാറ്റാനായിട്ട് ഈ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ലിങ്ക്. നോക്കുക, ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന ഡയലോഗ് വന്നു. ഈ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ആ ടെക്സ്റ്റ് ആകും ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുക. അഡ്രസ്സ് എന്ന ഇൻപുട്ട് ബോക്സിൽ വെബ്സൈറ്റ് അഡ്രസ്സാണുള്ളത്. ഇവിടെ ഞാൻ മൈക്രോസോഫ്റ്റ് എക്സൽ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നോക്കുക, ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പോയിൻ്റർ ലിങ്കിന് മുകളിലേക്ക് കൊണ്ടുവരിക. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം. ഇനി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യപ്പെട്ടത് കാണാം. അടുത്തതായിട്ടൊരു വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് പിക്ചർ, ഷേപ്പ്, ടേബിൾ, ചാർട്ട് പോലെയുള്ള വിവിധ ഒബ്ജക്ട്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടേക്ക് ഈ കമ്പ്യൂട്ടറിലുള്ള ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, പിക്ചേഴ്സ്, ദിസ് ഡിവൈസ്. നോക്കുക, ഇൻസേർട്ട് പിക്ചർ എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള പിക്ചറിനെ ലൊക്കേറ്റ് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട്. പിക്ചർ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പിക്ചറിനെ റീസൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പിക്ചറിനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് റാപ്പ് ടെക്സ്റ്റ്, ടൈറ്റ്. നോക്കുക, ഇനി ഈ പിക്ചറിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹാൻഡിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിക്ചർ ഇൻസേർട്ട് ചെയ്തപ്പോൾ വേർഡ് റിബണിൽ പിക്ചർ ഫോർമാറ്റ് എന്ന പുതിയൊരു ടാബ് കൂടി വന്ന് കാണാം. പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ടാബ് ഇവിടെ വരിക. പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിലെ വിവിധ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഈ പിക്ചറിനെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. പിക്ചറിൻ്റെ കളർ മാറ്റുന്നു, ട്രാൻസ്പെറൻസി. ഇമേജിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് പിക്ചർ സ്റ്റൈൽസ്. ഇതേ രീതിയിൽ ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ഷേപ്സ്. ഒരു റെക്റ്റാങ്കിൾ ഇൻസേർട്ട് ചെയ്യുന്നു. നോക്കുക, ഷേപ്പ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഷേപ്പ് ഫോർമാറ്റ് എന്ന പുതിയൊരു ടാബ് വന്നു. ഈ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷേപ്പ് ഫിൽ, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ടെക്സ്റ്റ് ബോക്സ്, സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ്. നമ്മൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ചിട്ട് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്ത ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റ്, കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റ്. 3 ഒബ്ജക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ്, ഒരു തവണ കൂടി ഗ്രൂപ്പ്. നോക്കുക, 3 ഒബ്ജക്ട്സും ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാറി. ഇനി ഈ ഗ്രൂപ്പിന് ചുറ്റുമുള്ള കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിനെ റീസൈസ് ചെയ്യാവുന്നതാണ്.
ഈ ഒബ്ജക്ട്സിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. ഇനി ഈ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ടേബിൾ. എത്ര വരികളും എത്ര കോളങ്ങളുമാണോ വേണ്ടത് അത്രയും വരികളും കോളങ്ങളും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് 3 വരികളും 4 കോളങ്ങളുമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, 3 വരികളും 4 കോളങ്ങളുമുള്ള ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ടേബിളിനുള്ളിൽ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു, സീരിയൽ നമ്പർ. അടുത്ത കോളത്തിലേക്ക് പോകാനായിട്ട് ടാബ്, ഐറ്റം, ടാബ്, പ്രൈസ്, വീണ്ടും ടാബ്, ക്വാണ്ടിറ്റി. ഇനി ഈ ടേബിളിലേക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്, ഇൻസേർട്ട് കോളംസ് ടു ദ റൈറ്റ്. ഇനി ഈ കാണുന്ന കോളത്തിന് ലെഫ്റ്റ് സൈഡിലാണ് കോളം ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്, ഇൻസേർട്ട് കോളംസ് ടു ദ ലെഫ്റ്റ്. പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഇൻസേർട്ട്, ഇൻസേർട്ട് റോസ് ബിലോ. ഈ ടേബിളിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിൽ കാണുന്ന ഈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഈ ടേബിളിനെ റീസൈസ് ചെയ്യാൻ സാധിക്കും. ടേബിൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ടേബിൾ. ടേബിൾ ഇൻസേർട്ട് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് ഇൻസേർട്ട്, ടേബിൾ, ഇൻസേർട്ട് ടേബിൾ. നമ്പർ ഓഫ് കോളംസ് 5, നമ്പർ ഓഫ് റോസ് അഗെയിൻ 5. ഓക്കെ, നോക്കുക, പുതിയൊരു ടേബിൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ടേബിൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, ലേഔട്ട്, ഡിലീറ്റ്, ഡിലീറ്റ് ടേബിൾ. ഇനി വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട്, ചാർട്ട്, ക്ലസ്റ്റേർഡ് കോളം. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് സാമ്പിൾ ഡേറ്റ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ചാർട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് കാണാം. ഈ ഡേറ്റ നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്. വീണ്ടും ഈ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എക്സൽ ഫയൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ഡേറ്റ. ചാർട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. ഇനി ഈ വേർഡ് ഡോക്യുമെൻറ്റിന് ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ എന്നിവയൊക്കെ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഹെഡർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ഹെഡർ. ഇവിടെ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ഹെഡേഴ്സ് കാണാം. ഞാൻ ബ്ലാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, MS വേർഡ് ട്യൂട്ടോറിയൽ. ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഈ ഡോക്യുമെൻറ്റിലെ ഏതൊരു പേജിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഹെഡർ ഇവിടെ കാണാൻ സാധിക്കും. ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ഫൂട്ടർ. ഇവിടെ നിന്ന് പേജ് നമ്പേഴ്സ് ഉള്ളൊരു ഫൂട്ടർ ഞാൻ സെലക്ട് ചെയ്യുന്നു, പേജ് 1 of 1. നോക്കുക, ഫൂട്ടറിൽ പേജ് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് കാണാം. ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടർ. പേജ് 1 of 4. ഇനി ഈ ഡോക്യുമെൻറ്റിന് കവർ പേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട്, പേജസ്, കവർ പേജ്. നോക്കുക, ഒരുപാട് കവർ പേജസ് ഇവിടെ കാണാം. ഇതിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കവർ പേജ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, കവർ പേജ് ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമാണെങ്കിലും ഈ പേജിൽ ഹെഡറും ഫൂട്ടറും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോക്യുമെൻറ്റിലെ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് താഴേക്കുള്ള ഡേറ്റ അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് റീഡിംഗ് ഈസ് ഈസിയർ ടു എന്ന ഈ ഒരു പോർഷൻ തുടങ്ങി താഴേക്കുള്ള ഡേറ്റ അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുക, പേജസ്, പേജ് ബ്രേക്ക്.
റീഡിംഗ് ഈസ് ഈസിയർ ടു എന്ന പോർഷൻ തുടങ്ങി താഴോട്ടുള്ള ഡേറ്റ അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. വീണ്ടും ക്ലിക്ക് ആൻഡ് ഇൻസേർട്ട് തുടങ്ങി ഈ ഒരു പോർഷൻ അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, പേജസ്, പേജ് ബ്രേക്ക്. ഇനി ഒരു നമ്പേർഡ് ലിസ്റ്റ് അഥവാ ഒരു ബുള്ളറ്റഡ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. യൂട്യൂബ്, എൻ്റർ, ഫേസ്ബുക്ക്. ഈ ലിസ്റ്റിന് ഇടതുവശത്ത് ബുള്ളറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ഈ ഡേറ്റ സെലക്ട് ചെയ്യുന്നു, ബുള്ളറ്റ്സ്. ഇവിടെ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഐക്കോൺ സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബുള്ളറ്റ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം. എൻ്റർ. ഇനി ബുള്ളറ്റ്സിന് പകരം നമ്പേഴ്സാണ് വേണ്ടതെങ്കിൽ നമ്പർ സെലക്ട് ചെയ്യുന്നു. ലിങ്ക്ഡ്ഇൻ. ഇനി ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിന് സബ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാമിന് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻ്റർ, ടാബ് എന്ന കീ പ്രസ് ചെയ്യുക, റീൽസ്, സ്റ്റോറീസ്, IGTV. ഈ ബുള്ളറ്റ്സിൻ്റെ ഐക്കോൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇനി ഈ കാണുന്ന ലിസ്റ്റിനെ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ മൂവ് ചെയ്യണമെങ്കിൽ ഈ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു. റൈറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇൻക്രീസ് ഇൻറ്റൻറ്റ്, ഇടതുവശത്തേക്കാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ഡിക്രീസ് ഇൻറ്റൻറ്റ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ആപ്ലിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റൈൽസ് എന്ന ഫീച്ചർ അഥവാ സ്റ്റൈൽസ് എന്ന ടൂൾ അടുത്ത പാർട്ടിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാൻ കാരണം വേർഡ് എന്ന ആപ്ലിക്കേഷൻ ഒരു സ്റ്റൈൽ ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിനു പുറമെ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, ഒരു വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ഓറിയൻറ്റേഷനും പേപ്പർ സൈസും സെറ്റ് ചെയ്യുന്ന എങ്ങനെ, ഒരു വേർഡ് ഡോക്യുമെൻറ്റിലുള്ള ഡേറ്റയെ പല കോളങ്ങളിലായിട്ട് അറേഞ്ച് ചെയ്യുന്ന എങ്ങനെ, ഏറ്റവും ഒടുവിലായിട്ട് ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെ പേപ്പറിലേക്ക് അല്ലെങ്കിൽ PDF ആയിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന എങ്ങനെ, ഇത്രയും കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വളരെ പെട്ടെന്ന് പാർട്ട് നമ്പർ 3 നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.